എല്ലാവർക്കും നമസ്കാരം. ഞാൻ സരിത മഹേശ്വരൻ. ഇന്ന് ശ്രീകൃഷ്ണവിലാസ മഹാകാവ്യത്തിൻ്റെ 12ാമത്തെ സർഗത്തിലെ 50, 51 എന്നീ 2 ശ്ലോകങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോണത്. 2 ശ്ലോകങ്ങളിലും ഉപജാതിവൃത്തം തന്നെയാണുള്ളത്. ഇവിടെ ആദ്യത്തെ ശ്ലോകത്തിൽ മാനസ സരസിനെ പറ്റിയിട്ട് തന്നെയാണ് പറയണത്. കഴിഞ്ഞ ദിവസം അത് തന്നെയാണ് പറഞ്ഞു നിർത്തിയത്. ഈ ഒരു ശ്ലോകം കൂടി മാനസ സരസിനെ വർണ്ണിക്കുന്നതായിട്ട് കവി എഴുതിയിട്ടുണ്ട്. നമുക്ക് ആദ്യം 50ാമത്തെ ശ്ലോകം നോക്കാം. മഹേന്ദ്രസേനാമധനോദ്ഭവസ്യ ശാന്തിം ശകുന്താധിപതേ ശ്രമസ്യ ഇദം സരോധൂതസരോരുഹേണ കരോതി കല്ലോലസമീരണേന. പദച്ഛേദം നോക്കാം. മഹേന്ദ്രസേനാമധനോദ്ഭവസ്യ ശാന്തിം ശകുന്താധിപതേ ശ്രമസ്യ ഇദം സരഃ ധൂതസരോരുഹേണ കരോതി കല്ലോല സമീരണേന. അധികമൊന്നും പദച്ഛേദം പറയാനില്ല. ഈ ഒരു സരസ് എന്തൊക്കെയാണ് ചെയ്തു കൊടുക്കുന്നത് ദേവേന്ദ്രനും ദേവേന്ദ്രൻ്റെ കൂട്ടാളികൾക്കും എന്നൊക്കെ പറയാണ്. ഇതം സര, ഈ ഒരു സരസ്സുണ്ടല്ലോ മാനസ സരസ്, അത് ധൂതസരോരുഹേണ കല്ലോല സമീരണേന ശകുന്താധിപതേഹേ മഹേന്ദ്രസേനാമധനോദ്ഭവസ്യ ശ്രമസ്യ ശാന്തിം കരോതി. ഇതാണ് അതിൻ്റെ അന്വയം വരുന്നത്. ഇവർ, അതായത് ശ്രീകൃഷ്ണനും സത്യഭാമയും കൂടിയിട്ട് ഗരുഡൻ്റെ പുറത്ത് കയറി ഭൂമിയിലേക്ക്, ദ്വാരകയിലേക്ക് തിരിച്ചു വരുന്നതിന് മുമ്പ് വലിയൊരു യുദ്ധം ഉണ്ടായല്ലോ. ദേവേന്ദ്രനും ദേവേന്ദ്രൻ്റെ കൂട്ടാളികളും കൂടിയിട്ട് ശ്രീകൃഷ്ണനെ ആക്രമിക്കാൻ നോക്കി. പക്ഷേ ശ്രീകൃഷ്ണൻ യുദ്ധത്തിനൊന്നും പുറപ്പെട്ടില്ല. ഗരുഡൻ തന്നെ യുദ്ധം ചെയ്തിട്ട് ഗരുഡൻ്റെ പ്രഹാരം ഏറ്റിട്ട് എല്ലാവരും വീണുപോയി, തെറിച്ചുപോയി. അങ്ങനെ ഗരുഡൻ മാത്രം മതിയായിരുന്നു ആ ഒരു യുദ്ധത്തിന് നേതൃത്വം നൽകാൻ. ശ്രീകൃഷ്ണൻ പുറപ്പെട്ടില്ല എന്നുള്ളത് നമ്മൾ അവിടെ കണ്ടു. അതിനെ പറ്റിയിട്ട് ഒന്നുകൂടി പറയാണ്. ഈ മാനസ സരസ് ഉണ്ടല്ലോ, മാനസ സരസ്സിൽ ധാരാളം താമരകൾ വിടർന്ന് നിൽക്കുന്നുണ്ട്. അതാണ് ഇതം സര ധൂതസരോരുഹേണ കല്ലോല സമീരണേന. ധൂതസരോരുഹം, സരോരുഹം താമരകൾ, താമരകൾ ഇങ്ങനെ ഇളകുന്നത് കൊണ്ട്, കാറ്റ് വന്നിട്ട് താമരകൾ ഇളകുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്ന് എന്തുണ്ടാവുന്നുണ്ട്? കല്ലോല സമീരണൻ. കല്ലോലം എന്ന് പറഞ്ഞാൽ തിരമാലകളാണ്. ഈ മാനസ സരസ്സിലെ തിരമാലകളുടെ വെള്ളത്തുള്ളികളും വഹിച്ച് പറന്നു പോകുന്നതായ കാറ്റ്, അതാണ് കല്ലോല സമീരണേന. മാത്രമല്ല ധൂതസരോരുഹേണ, കാറ്റിൻ്റെ വിശേഷണങ്ങളാണ്. ആ സരസ്സിൽ വിടർന്നു നിൽക്കുന്നതായ താമരകളെ മുഴുവനും ഇങ്ങനെ പ്രകമ്പനം കൊള്ളിക്കുന്ന, കാറ്റടിച്ച് ഉലയ്ക്കുന്ന, വലിയ കാര്യമായിട്ട് താമരകൾക്കൊരു കോട്ടമൊന്നും ഉണ്ടാക്കാനല്ല, പക്ഷെ കാറ്റ് വീശുമ്പോൾ താമരകൾ സ്വാഭാവികമായിട്ടിങ്ങനെ ആടി ഉലയും. അങ്ങനെ താമരയിൽ നിന്ന് വരുന്ന പൂമ്പൊടിയോ സുഗന്ധമോ ഒക്കെ ഏറ്റുവാങ്ങിക്കൊണ്ടും, അതോടൊപ്പം തന്നെ തടാകത്തിലെ ഈ തടാകത്തിൽ വെള്ളം ഉണ്ടല്ലോ, മാനസ സരസ്സിലെ ജലത്തിൽ അല്ലെങ്കിൽ മാനസ സരസ്സിൽ തിരമാലകളെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതുമായ നല്ല സുഖകരമായിട്ടുള്ള കാറ്റ്. അപ്പോൾ ഈ സരസ്സിനെ തൊട്ടുരുമ്മിയൊക്കെ വരുന്ന കാറ്റിൽ എന്തുണ്ടാവും? വെള്ളത്തുള്ളികൾ ഉണ്ടാവും. അതാണ് നല്ല തണുപ്പുള്ള, നല്ല സുഗന്ധമുള്ള, സുഖകരമായിട്ടുള്ള കാറ്റുണ്ടല്ലോ, അത് സമീരണേന, കല്ലോല സമീരണേന. ആ കാറ്റുകൊണ്ട് എന്താ ചെയ്യണത്? ശകുന്താധിപതേഹേ മഹേന്ദ്രസേനാമധനോദ്ഭവസ്യ ശ്രമസ്യ ശാന്തിം കരോതി. ശകുന്താധിപതിക്ക് ഉണ്ടായതായ, ശകുന്താധിപതി എന്ന് പറഞ്ഞാൽ ഗരുഡനാണ്. ശകുന്തം പക്ഷികളിൽ വെച്ച രാജാവ് ഗരുഡൻ. ഗരുഡനുണ്ടായതായ ഒരു ക്ഷീണം ഉണ്ടല്ലോ. എന്തുകൊണ്ടാണ് ക്ഷീണം ഉണ്ടായത്? മഹേന്ദ്രസേനാമധനോദ്ഭവസ്യ ശ്രമസ്യ. മഹേന്ദ്രൻ്റെ, ഇന്ദ്രൻ്റെ സൈന്യങ്ങളെ ആട്ടിയോടിച്ചത് കൊണ്ടുണ്ടായ ക്ഷീണം. മഹേന്ദ്ര സേനാമഥന ഉദ്ഭവസ്യ ശ്രമസ്യ. മഹേന്ദ്രൻ്റെ സൈന്യങ്ങളെ അടിച്ചോടിച്ചത് കൊണ്ടുണ്ടായ ക്ഷീണത്തിന് ശാന്തി ഉണ്ടാക്കി കൊടുക്കുന്നു. ശാന്തിം കരോതി. അതായത് ഈ മാനസ സരസിൽ നിന്ന് പറന്നുയരുന്ന കാറ്റ് ഇട്ടിട്ട് ഗരുഡന് കുറച്ചൊരാശ്വാസം തോന്നുന്നുണ്ടാവും. ഈ ചിറകൊക്കെ കുറച്ച് വേദനയൊക്കെ എടുത്തിരിക്കുകയാണ് സൈന്യത്തിൽ, അതായത് ദേവ സൈന്യങ്ങളെയൊക്കെ അടിച്ചോടിച്ചത് കൊണ്ട്. ആ വേദനകൾക്കും ക്ഷീണത്തിനൊക്കെ ഒരു കുറവ് കിട്ടും ഈ കാറ്റേൽക്കുമ്പോൾ. മാനസ സരസിൽ നിന്നും വാസനയോടുകൂടി അതുപോലെ തന്നെ തണുപ്പോടുകൂടി വരുന്ന കാറ്റേറ്റാൽ നമ്മൾ സഞ്ചരിക്കുന്ന വാഹനമായിട്ടുള്ള ഗരുഡന് കുറച്ചൊരു ആശ്വാസമാകും എന്ന് ശ്രീകൃഷ്ണൻ സത്യഭാമയോട് പറയാണ്. അതാണ് മഹേന്ദ്രസേനാമഥന ഉദ്ഭവസ്യ ശ്രമസ്യ ശാന്തിം കരോതി. അതിന് ശാന്തി ആയിക്കോളും. ഗരുഡൻ്റെ പക്ഷങ്ങൾക്ക്, ചിറകുകൾക്കൊക്കെ ഒരു ക്ഷീണം കുറവ് അനുഭവപ്പെടും ഈ കാറ്റ് ഏൽക്കുന്നതോട് കൂടിയിട്ട് എന്നർത്ഥം. നമുക്ക് 51ാമത്തെ ശ്ലോകം കൂടി നോക്കാം.
സിദ്ധാശ്രമോയം കരഭോരു യസ്മിൻ കൃതം തപഃ കൈതവവാമനേന ലോകത്രയോല്ലംഘന കേളിതൃഷ്ണാം നിരുന്ധതാ സ്വേ ഹൃദയേ ബലേന. ആദ്യം പദച്ഛേദം പറയാം. സിദ്ധാശ്രമ അയം കരഭോരു യസ്മിൻ കൃതം തപഃ കൈതവവാമനേന ലോകത്രയോല്ലംഘന കേളിതൃഷ്ണാം നിരുന്ധതാ സ്വേ ഹൃദയേ ബലേന. പദച്ഛേദമൊന്നും കാര്യമായിട്ടില്ല. ഈ യാത്രയുടെ ഇടയ്ക്ക്, അതായത് മാനസ സരസ് കഴിഞ്ഞു, അത് കഴിഞ്ഞിട്ട് ആ സ്വർഗലോകത്തിന് സമീപത്തൊക്കെ തന്നെ ഉള്ളതായ ഒരു സിദ്ധാശ്രമത്തിനെ പറ്റിയിട്ടാണ് വർണ്ണിക്കുന്നത്. കരഭോരു അയം സിദ്ധാശ്രമ. കരഭോരു എന്ന് പറഞ്ഞാൽ സുന്ദരി എന്നാണ് അർത്ഥം. കരഭം പോലെ ഊരുക്കൾ ഉള്ളവൾ. കരഭം എന്നുള്ളതിന് ഈ വാഴത്തണ്ട്, വാഴത്തട എന്നർത്ഥമുണ്ട്. അതായത് ഈ വാഴയുടെ വണ്ണം കൂടിയ ഭാഗം ഉണ്ടല്ലോ, വാഴയുടെ തണ്ട്, അതുപോലെയുള്ള തുടകളോട് കൂടിയവളെ, നല്ല വലിപ്പമുള്ള തണുപ്പുള്ള സുന്ദരമായിട്ടുള്ള കാലുകളും തുടകളുമൊക്കെ ഉള്ളവൾ എന്നർത്ഥത്തിലാണ് വരണതെങ്കിലും സാമാന്യമായിട്ട് സുന്ദരി എന്നാണ് അർത്ഥം പറയാറുള്ളത്. ശ്രീകൃഷ്ണൻ സത്യഭാമയോട് പറയാണ്, അല്ലയോ സുന്ദരി സത്യഭാമേ, അയം സിദ്ധാശ്രമ, നിന്റെ മുമ്പിൽ കാണുന്നത് വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു സിദ്ധാശ്രമമാണ്. എന്താണ് ആ സിദ്ധാശ്രമത്തിൻ്റെ പ്രത്യേകത? യസ്മിൻ, യാതൊരു സിദ്ധാശ്രമത്തിൽ ലോകത്രയോല്ലംഘന കേളിതൃഷ്ണാം സ്വേ ഹൃദയേ ബലേന നിരുന്ധത കൈതവവാമനേന തപഃകൃതം. അവിടെ ഇരുന്നിട്ട് ഒരാൾ തപസ് ചെയ്തിട്ടുണ്ട്. അതാരാണ്? വാമനമൂർത്തി, വാമനമൂർത്തിയായിട്ടുള്ള ഭഗവാൻ. അതാണ് കൈതവ വാമന എന്നാണ് പറയണത്. കൈതവം എന്ന് പറഞ്ഞാൽ കളവായിട്ട് തൽക്കാലത്തേക്ക് മാത്രം ഒരു ഋഷിയായിട്ടോ അല്ലെങ്കിൽ വാമനനായിട്ടോ വന്നവൻ. ഭഗവാൻ മഹാവിഷ്ണു തന്നെയാണല്ലോ. ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ ഒരു അവതാരമാണ് വാമനൻ എന്നുള്ളത് കൊണ്ടാണ് കൈതവ വാമനേന എന്ന് പറഞ്ഞത്. താൽക്കാലികമായിട്ട് വാമനനായി തീർന്നവനായ ആ മഹർഷി അല്ലെങ്കിൽ വാമന മഹർഷി എന്താണ് ചെയ്തത്? എങ്ങനെയുള്ള ആളായിരുന്നു? ലോകത്രയോല്ലംഘന കേളി തൃഷ്ണാം സ്വേ ഹൃദയേ ബലേന നിരുന്ധത. എല്ലാം തൃതീയ വിഭക്തിയിലാണ് പറയണത്. തൻ്റെ ഹൃദയത്തിൽ ബലമായിട്ട് തടഞ്ഞു വച്ചവനായ ആ വാമന മൂർത്തി എന്താണ് തൻ്റെ മനസ്സിൽ അമർത്തി തടഞ്ഞു നിർത്തിയത്? ലോകത്രയ ഉല്ലംഘന കേളി തൃഷ്ണയെ. ലോകത്രയങ്ങൾ പാതാളം, ഭൂമി, ആകാശം, ഈ 3 ലോകങ്ങളെയും തോൽപ്പിക്കുകയാണ്, ഉല്ലംഘനം ചെയ്യുകയാണ് ഭഗവാൻ ചെയ്തത്. ലോകത്രയ ഉല്ലംഘന അതൊരു വലിയ പ്രവൃത്തിയൊന്നുമല്ല. ഭഗവാനെ സംബന്ധിച്ചിടത്തോളം അതൊരു കളിയാണ്. അതുകൊണ്ടാണ് കേളി എന്ന് പറഞ്ഞത്. ലോകത്രയ ഉല്ലംഘന കേളി തൃഷ്ണം. ഇവിടെ പറഞ്ഞു വരുന്ന കഥ വാമനമൂർത്തിയുടെ കഥയാണ്. അതായത് വാമനമൂർത്തിയായിട്ടുള്ള ഭഗവാൻ മഹാബലിയുടെ ദർപ്പം ശമിപ്പിക്കാൻ വേണ്ടിയിട്ട് മഹാബലി നർമ്മദാ നദിയുടെ തീരത്ത് നടത്തിയിരുന്ന യജ്ഞശാലയിലേക്ക് പോവുകയുണ്ടായി. അവിടെ ചെന്നിട്ടാണ് എന്തും തരാം എന്ന് മഹാബലി വാഗ്ദാനം ചെയ്തതും അതിനനുസരിച്ച് എന്തും ചോദിക്കാനായിട്ട് 3 അടി മണ്ണ് മാത്രമേ വേണ്ടൂ എന്ന് പറഞ്ഞിട്ട് അതിൽ കൂടെ ഈ 3 ലോകങ്ങളും ഭഗവാൻ തൻ്റേതാക്കി മാറ്റുകയാണ് ചെയ്തത്. ആകെ 2 അടി മണ്ണേ കിട്ടിയുള്ളൂ. എങ്കിലും 3ാമത്തെ അടി എവിടെയാണ് വെക്കേണ്ടതെന്ന് ചോദിച്ചപ്പോൾ പ്രഹ്ലാദൻ്റെ പ്രപൗത്രനായതുകൊണ്ട് മഹാബലിക്ക് പറയാൻ തോന്നി, 3ാമത്തെ അടി എൻ്റെ ശിരസിൽ വെച്ചുകൊണ്ട് എന്നെ അനുഗ്രഹിക്കണേ എന്ന്. പാദം മൂർധ്നി പ്രണയ ഭഗവൻ നിത്യകമ്പം വദന്തം എന്ന് നാരായണീയത്തിൽ പറയുന്നുണ്ട്. ഒരു സംശയവുമില്ലാതെ മഹാബലിക്ക് പറയാൻ സാധിച്ചു, 3ാമത്തെ അടി എൻ്റെ ശിരസിൽ വെക്കണേ. അങ്ങനെ 3 ലോകവും അല്ലെങ്കിൽ 3 അടി മണ്ണും ഞാൻ തന്നു എന്നുള്ള വാക്ക് ഞാൻ അത് വെറുതെ വീൺവാക്ക് പറയല്ല, വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സാധിപ്പിച്ചു കൊടുക്കും എന്നുള്ള അങ്ങനെയുള്ളൊരു രാജാവാക്കി മാറ്റണേ എന്ന് ഭഗവാനോട് യാചിച്ച മഹാബലിയുടെ കഥ നമ്മൾ എല്ലാ ദിക്കിലും കേട്ടിട്ടുണ്ട്. ഭാഗവതത്തിലും നാരായണീയത്തിലുമൊക്കെ ഉണ്ട്. ഇതൊന്നും പോരാതെ നമ്മൾ കേരളീയരായിട്ടുള്ള ജനങ്ങൾ മുഴുവനും ആ വാമനൻ്റെയും മഹാബലിയുടെയും കഥകൾ പറഞ്ഞിട്ടാണ് ഭൂമി, അതായത് കേരളം തന്നെ മഹാബലിയുടെ അധീനത്തിലായിരുന്നു എന്ന് പറയണതൊക്കെ. അങ്ങനെയുള്ള ആ വാമനമൂർത്തി, മഹാബലിയെ പാഠം പഠിപ്പിച്ച ആ കൈതവമൂർത്തിയായിട്ടുള്ള വാമന ദേവൻ, അദ്ദേഹം എന്താ ചെയ്തത്? ഈ സിദ്ധാശ്രമത്തിലാണ് കുറച്ചു കാലം തപസ് ചെയ്തതത്രേ. അതാണ് കൈതവ വാമനേന, കർമ്മണി പ്രയോഗമാണ് തപഃകൃതം. കൈതവ വാമനനാൽ ഈ ആശ്രമത്തിൽ ഇരുന്നു കൊണ്ട് തപസ് ചെയ്യപ്പെട്ടു. കൈതവ വാമന തപഃകൃതവാൻ എന്ന് കർത്തരി പ്രയോഗം.
ഈ സിദ്ധാശ്രമം അത്രയ്ക്ക് മഹത്തായിട്ടുള്ള ഒരാശ്രമമാണ്. അവിടെയാണ് ഭഗവാൻ വാമനമൂർത്തി ഇരുന്ന് തപസ് ചെയ്തത്. എങ്ങനെയായിരുന്നു തപസ് ചെയ്തപ്പോൾ എന്തായിരുന്നു മാനസികാവസ്ഥ? 3 ലോകങ്ങളെയും വെട്ടിപ്പിടിക്കണം എന്നുള്ള ആഗ്രഹത്തോട് കൂടിയിട്ടാണ് മഹാബലിയുടെ അടുത്തേക്ക് പോയത്. എങ്കിലും ഭഗവാൻ ഇവിടെ തപസ് ചെയ്യാൻ വന്നതോട് കൂടിയിട്ട് അത്തരം മോഹങ്ങളെ മുഴുവനും തന്നെ കടിഞ്ഞാണിട്ട് നിർത്തി. അതാണ് ഇവിടെ പറയണത്. ലോകത്രയ ഉല്ലംഘന കേളി തൃഷ്ണാം സ്വഹൃദയെ നിരുന്ധത. അങ്ങനെയുള്ളതായ ആ തമാശകൾ, ചെറിയ ചെറിയ കേളികൾ, അതൊക്കെ ഭഗവാനെ സംബന്ധിച്ചിടത്തോളം കേളികളാണ്, വിലാസങ്ങളാണ്. അത് മനുഷ്യരെ ബാധിക്കുന്നത് വലിയൊരു സംഭവമായിട്ടാണ് എന്നാണെങ്കിലും ഭഗവാൻ അതൊക്കെ വെറും വിലാസങ്ങളാണ്, ലീലാവിലാസങ്ങൾ. ആ ലീലാവിലാസങ്ങളെയൊക്കെ താൽക്കാലികമായിട്ട് സ്വന്തം ഹൃദയത്തിൽ മാറ്റി നിർത്തിയിട്ട് ഒതുക്കി വച്ചിട്ട് നിരുന്ധത, അമർത്തി വയ്ക്കുന്നവനായ അങ്ങനെയുള്ള കൈതവവാമനേന അസ്മിൻ സിദ്ധാശ്രമേ തപകൃതം. അങ്ങനെയാണ് എല്ലാം നിയന്ത്രിച്ച മനസ്സോടു കൂടിയിട്ടാണ് ഈ വാമനമൂർത്തി ആശ്രമത്തിലേക്ക്, സിദ്ധാശ്രമത്തിലേക്ക് തപസ് ചെയ്യാൻ വന്നത്. അങ്ങനെ എല്ലാ ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും ഒക്കെ അടക്കി വാഴുന്ന വാമനമൂർത്തി തപസ് ചെയ്ത സ്ഥലമാണിത്. അടക്കി വാണ വാമനമൂർത്തി തപസ് ചെയ്ത സ്ഥലമാണിത് എന്ന് പറയുമ്പോൾ അതിന് വലിയൊരു പ്രത്യേകത ഉണ്ടല്ലോ. അതാണ് സത്യഭാമയ്ക്ക് ഭഗവാൻ കാണിച്ചു കൊടുത്തത്. ഇനി ബാക്കി വിഷയങ്ങളൊക്കെ അടുത്ത ദിവസം നോക്കാം. ഇന്നത്തെ 2 ശ്ലോകങ്ങളും ഒന്നുകൂടി ചൊല്ലാം. മഹേന്ദ്രസേനാമഥനോദ്ഭവസ്യ ശാന്തിം ശകുന്താധിപതേ ശ്രമസ്യ ഇദം സരോധൂതസരോരുഹേണ കരോതി കല്ലോല സമീരണേന സിദ്ധാശ്രമോയം കരഭോരു യസ്മിൻ കൃതം തപഃ കൈതവവാമനേന ലോകത്രയോല്ലംഘന കേളി തൃഷ്ണാം നിരുന്ധതാ സ്വേ ഹൃദയേ ബലേന. ഇനി അടുത്തതായിട്ട് ശ്രീരാമൻ്റെ വനവാസത്തിനെ പറ്റിയിട്ടൊക്കെയാണ് വർണ്ണിക്കാൻ പോണത്. അതൊക്കെ അടുത്ത ദിവസം നോക്കാം. സുന്ദരമായിട്ടുള്ള 2 ശ്ലോകങ്ങളും ഭഗവാന്റെ കാൽക്കൽ അർപ്പിച്ചുകൊണ്ട്, ഗുരുവായൂരപ്പനെ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട്, കൈതവ വാമനമൂർത്തിയെ നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും ശുഭദിനം നേർന്നു നിർത്തട്ടെ. നന്ദി.